ഹായ് ഫ്രണ്ട്സ്, ഇതൊരു പുതിയ മോഡൽ BS6 ആക്റ്റീവയാണ്. ഈ പുതിയ മോഡൽ ആക്റ്റീവയ്ക്ക് വരുന്നൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലൻസർ പകുതിക്ക് വെച്ച് ഒടിഞ്ഞ് താഴെ പോകും. അപ്പം അത് കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ ഈ ഓയിൽ മാറുന്ന സമയത്തൊക്കെ ഈ 14 ഒരു ബോൾട്ടുണ്ട്. അത് നമ്മൾ ടൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ കട്ടർ ചാടുന്ന സമയത്തൊരു എഞ്ചിൻ ഇടിക്കുന്ന പോലൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് സൈലൻസറിൻ്റെ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ബോൾട്ട് അതിനകത്ത് ഒടിഞ്ഞിരിക്കുക. ആ ബോൾട്ടിനെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ അതൊരു WD ഒക്കെ അടിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്കത് വെൽഡ് ചെയ്ത് കുറച്ച് വെളിയിലോട്ട് തള്ളിയെടുത്തിട്ട് ആ ഒരു റാഡ് വെച്ചിട്ട് T-റാഡ് പോലെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് വെൽഡ് ചെയ്തേക്കുക. ഇനിയിപ്പോൾ അത് തിരിച്ച് കഴിഞ്ഞ് പോരും. അപ്പോൾ എല്ലാം ഒന്നും പെട്ടെന്ന് വരത്തില്ല. ചിലതൊക്കെ നല്ല പാടായിരിക്കും. കുറേ നേരം ഇരുന്ന് ഇതിപ്പോൾ പെട്ടെന്ന് പോകുന്നു. കുറേ നേരം ഇരുന്നാലേ വരത്തുള്ളൂ. ഇത് പെട്ടെന്ന് പോകുന്നു. പിന്നെ നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈലൻസർ അത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് അത് ആ ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്തിട്ട് ആ ഒടിഞ്ഞു പോയ ഭാഗത്ത് വെച്ച് ഇനി സ്പോട്ട് ചെയ്തിട്ട് വേണം സൈലൻസർ ഫുൾ അഴിച്ചെടുത്തിട്ട് പിന്നെ ഫുള്ള് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒടിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസർ അതിൻ്റെ ബാഗ് വരുന്ന മാനിഫോൾഡ് നല്ല വെയിറ്റ് ഉള്ളതാണ്. ആ വെയിറ്റ് ഉള്ളിടത്ത് ഒറ്റ ബോൾട്ട് അവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വരുന്നത് ആ സൈലൻസറിൻ്റെ ബെൻഡ് പൈപ്പയിലാണ് ഒരു പിടുത്തം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ മാറുന്ന സമയത്തൊക്കെ ഒന്ന് ടൈറ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് BS6 വണ്ടി ഉണ്ടെങ്കിൽ BS6 വണ്ടി നല്ല ആക്റ്റീവ പോലുള്ള വണ്ടി ഉണ്ടെങ്കിൽ ഈ സൈലൻസറിൻ്റെ ബോൾട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളത് ഫുള്ള് വെൽഡ് ചെയ്ത് പൈപ്പ് സൈലൻസറോടെ കൂട്ടി വെൽഡ് ചെയ്ത് അഴിച്ചെടുത്താലും ഫുള്ള് റൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെൽഡ് ചെയ്തിട്ട് നമുക്കിനി അത് കയറ്റി സെറ്റ് ചെയ്യണം. കയറ്റി സെറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലീക്കോ കാര്യങ്ങളുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സൈലൻസറും കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പുതിയ ബോൾട്ടൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പാക്കിങ്ങും പുതിയത് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റിയേക്കണം. കഴിക്കുമ്പോഴത്തേക്കും പിന്നെ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് ഉണ്ടാകും. അപ്പോൾ അത് പുതിയത് വെച്ച് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ